നമസ്കാരം. ഹിന്ദിയിൽ നോക്കിയിട്ട് യഷ്രാജിന്റെ സ്പൈ യൂണിവേഴ്സും തമിഴിൽ നോക്കിയിട്ട് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സും ഒക്കെ കണ്ണും മിഴിച്ച് നോക്കി നിന്ന മലയാളികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും യൂണിവേഴ്സിന്മേൽ വലിയ ശ്രദ്ധ പുലർത്തിയിരുന്നു. എന്നടാ മലയാളത്തിൽ ഇതുപോലൊരു യൂണിവേഴ്സ് വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുക മാത്രം ചെയ്തിരുന്ന മലയാളികൾക്ക് മുന്നിലേക്കാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ വിജയം എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും മലയാള സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഹൈ ഉണ്ട്, ഒരു വലിയ ഹൈപ്പ് ഉണ്ട്. ലോകയുടെ തുടർന്നുള്ള ചാപ്റ്ററുകളും അത് ക്രിയേറ്റ് ചെയ്യുന്ന ലോകവും യൂണിവേഴ്സും. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇന്ന് എത്തി നിൽക്കുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ 200 കോടിക്ക് അടുത്താണ് ലോകമെമ്പാടും. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ സിനിമയ്ക്ക് മേലുണ്ട്. റിലീസ് ചെയ്ത് 12ാം നാളായിട്ട് പോലും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അടുത്ത കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ സിനിമയ്ക്കല്ലാതെ 12ാം നാളിൽ ടിക്കറ്റ് കിട്ടാതെ നിൽക്കുന്ന അവസ്ഥ മലയാള സിനിമ അടുത്തെങ്ങും കണ്ടിട്ടില്ല. അവിടെയാണ് ലോക എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ദുൽഖറിന്റെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയും അതിനുദാഹരണം തന്നെയാണ്. ദുൽഖർ പ്രസ് മീറ്റുകളിലും ഒക്കെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയിൽ ലഭിക്കുന്ന ലാഭങ്ങൾ തൻ്റെ തുടർന്നുള്ള സിനിമകൾക്ക്, അതായത് ലോകയുടെ ലോകം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാണ് ദുൽഖർ പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാവുകയാണെങ്കിൽ നമുക്കിനി ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ അടുത്ത വേർഷന് വേണ്ടിയിട്ടോ യഷ്രാജിൻ്റെ സ്പൈ യൂണിവേഴ്സിന് വേണ്ടിയിട്ടോ ഒന്നും കാത്തിരുന്ന് ആ ഇൻഡസ്ട്രികളിൽ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. 30 കോടി ബഡ്ജറ്റിൽ മലയാള സിനിമ തീർത്തത് കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് തെലുങ്ക് ലോകവും, ഹിന്ദി ലോകവും, കന്നഡ ലോകവും, തമിഴ് ലോകവും. കാരണം അവിടെ 480ഉം 500 കോടിക്കും മുടക്കിയിട്ട് അവിടുത്തെ കൃത്യമായി ഡി-ഏജിങ് പോലും ചെയ്യാതെ ഇറക്കുന്ന സിനിമകൾ നമ്മുടെ മുന്നിൽ കണ്ടതാണ്. 700 കോടി മുടക്കി കാർട്ടൂൺ എടുത്ത് വെച്ച ആദിപുരുഷ് പോലൊരു സിനിമയും മലയാളികൾ കണ്ടതാണ്. അവിടെ നിന്നുകൊണ്ട് 30 കോടി രൂപയ്ക്ക് ഇത്രയും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടൊരു സിനിമ എടുത്തതിന് ശേഷം മറ്റ് ഇൻഡസ്ട്രികൾ മലയാളികളെ നോക്കി വാ പൊളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ ലോകയുടെ തുടർന്നുള്ള യൂണിവേഴ്സിലും സിനിമകൾക്കും ഒക്കെ തന്നെയുണ്ട്. ആ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കേണ്ടതും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. അതോടൊപ്പം 2ാം ചാപ്റ്ററിൽ ചാത്തന്മാർ വരും എന്ന് അവസാനിപ്പിച്ചുകൊണ്ടാണ് ലോക ചാപ്റ്റർ 1 അവസാനിക്കുന്നത്. അത് ലീഡ് ചെയ്യാൻ പോകുന്നത് ടൊവിനോ തോമസ് ആണെന്ന് ദുൽഖർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിയാണ് മൂത്തോൻ എന്നറിയിച്ചുകൊണ്ട് മമ്മൂക്കയുടെ പിറന്നാൾ ദിനത്തിൽ ദുൽഖർ സൽമാൻ പോസ്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ചാപ്റ്റർ 2ൽ മമ്മൂക്കയും ടൊവിനോയും വരുന്നുണ്ടോ? മലയാള സിനിമ കാണാൻ പോകുന്നത് ഒരു പുതിയ 2020 ആണോ? 2008ൽ 2020 പോലൊരു സിനിമ എടുത്തതിന് ശേഷം മറ്റ് ഇൻഡസ്ട്രികൾ അതിൻ്റെ റൈറ്റ്സ് എല്ലാം വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഒരു ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും ചേർന്ന് ഒരു സിനിമ എന്നത് മറ്റുള്ള ഇൻഡസ്ട്രികൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയുന്നതിലും അപ്പുറമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പോലും. അവിടെ നിന്നുകൊണ്ടാണ് മലയാളികൾ എല്ലാവരും ചേർന്ന് ഒരു കുടുംബം പോലെ 2008ൽ 2020 എന്നൊരു സിനിമ ചെയ്തത്. നാളിത്രയും കഴിഞ്ഞ് 17 വർഷങ്ങൾ പിന്നിട്ടിട്ട് ഒരു യൂണിവേഴ്സ് കെട്ടിപ്പടുത്താൻ വേണ്ടി മലയാള സിനിമ ശ്രമിക്കുമ്പോൾ അതിൽ കൈപിടിക്കാൻ ആരൊക്കെ ഉണ്ടാകും എന്നൊരു ചോദ്യവുമുണ്ട്. 2008ൽ സംഭവിച്ചതുപോലത്തെ ഒരു മാജിക്ക് 2025ലും തുടർന്നുള്ള വർഷങ്ങളിലും ഉണ്ടാകാൻ സാധിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഒരു പുതിയ ലോകം ജനിക്കും, ഒരു പുതിയ യൂണിവേഴ്സ് പിറക്കും. മലയാള സിനിമയിലെ പ്രധാന താരങ്ങളെല്ലാവരും കൈകോർക്കുന്ന ഒരു യൂണിവേഴ്സ്. അങ്ങനെ സംഭവിച്ചു കഴിയുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് വീണ്ടും ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിലേക്ക് വെക്കാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സായി അത് മാറുകയും ചെയ്യും. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയിലൂടെ തന്നെ അത് സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും തുടർന്നുള്ള ലോകം എങ്ങനെയാണ് കെട്ടിപ്പടുക്കുന്നതും എത്രമാത്രം ആകാംക്ഷ തുടർന്നുള്ള സിനിമകൾക്കും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഏറ്റവും ആദ്യമായി ഉറ്റുനോക്കുന്നത് 2ാം സിനിമ തന്നെയാണ്, ടൊവിനോ ലീഡ് ചെയ്യുന്ന സിനിമ. ആ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതും നോക്കിക്കാണണം. ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ തന്നെ എത്രയെത്ര ക്യാമിയോസ് ഉണ്ടല്ലേ. ബാലു വർഗീസ്, സൗബിൻ ഷാഹിർ, സണ്ണി വെയിൻ, ടൊവിനോ, ദുൽഖർ, മമ്മൂട്ടി, എത്ര പറഞ്ഞാൽ തീരാത്തത്രയും ക്യാമിയോകൾ ഇതിനിടയിൽ തന്നെ ചാപ്റ്റർ 1ൽ ക്രിയേറ്റ് ചെയ്തു. യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഒരു ലേഡിയെ സെൻട്രൽ ക്യാരക്ടറാക്കി ലോക എന്ന സിനിമ ചെയ്തപ്പോൾ തന്നെ ഇത്രയധികം ക്യാമിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച ഡൊമിനിക് അരുണിന് 2ാം ചിത്രത്തിൽ ഇത്രയും പ്രതീക്ഷയോടെ ഇത്രയും ഹൈപ്പോടെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും കാത്തിരുന്ന് കാണാം.